ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വീഡിയോസ് കാണാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത നമുക്ക് ഈ പാ ഫാ ബമ്പമ്മയിൽ പാ കഴിഞ്ഞു. ഇനി ഫാ വെച്ചിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫാ വെച്ചിട്ട് ഒരുപാട് വാക്കുകൾ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ അതിൽ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ഏതൊക്കെ പ്രയാസമുള്ളത് ഉണ്ടാവും, ചിലപ്പം അറിയും നല്ലപോലെ ഈസി ആയിട്ടുള്ളത് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമുക്ക് പ്രയാസമില്ലാത്ത ഈസി ആയിട്ടുള്ളത് നോക്കാം. ഫലം. അപ്പോൾ ഫലം എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഫലത്തിൽ പെടുന്നതാണ്. പഴങ്ങളെയാണ് നമ്മൾ ഫലം എന്ന് പറയുക. പഴവർഗ്ഗങ്ങളെയാണ് നമ്മൾ ഫലം എന്ന് പറയുന്നത്. അതിലിപ്പോൾ ആപ്പിള്, മുന്തിരി, പഴം എല്ലാം ഉൾപ്പെടുന്ന ഫലവർഗ്ഗങ്ങൾ. അപ്പോൾ ഫലം എന്ന് പറയുന്നത് അതാണ്. അപ്പം ഫലം എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഫ വെച്ചിട്ട് ഫ ലം ഫലം. അപ്പം പ വെച്ചിട്ട് ഫ വെച്ചിട്ട് നമ്മൾ ഫലം എന്ന് എഴുതി. പിന്നെ പ വെച്ചിട്ട് ഇനി അടുത്ത് എന്താ വരുന്നത്? ഫണം. അപ്പോൾ ഫണം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ഭയങ്കര ഇരിക്കും. ഇപ്പോൾ ഫണം എന്തായിരിക്കും എന്ന്. അപ്പോൾ ഫലം വന്ന് ഫണം. ഈ പാമ്പിനൊക്കെ പത്തി കാണുമല്ലോ, ആ പത്തിക്ക് പറയുന്നതാണ് ഫണം. പാമ്പ് ഫണം വിടർത്തി എന്ന് പറയുന്നത് പത്തി വിടർത്തി എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫ വെച്ചിട്ട് ഫണം പിടിച്ച് പിന്നെ ഫലവും പിടിച്ച്. അപ്പോൾ ഫണം ഇങ്ങനെ എഴുതാൻ നോക്കാം. ഫ ണം ഫണം. ഫണം എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ പത്തിയാണ്. ഓക്കെ, വെറുതെ കാണിച്ചാൽ ഈ ഒരു ഭാഗത്തിനെയാണ് ഫണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫ വെച്ചിട്ട് ഫലിതം. അപ്പോൾ ഫലിതം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അല്ല, തമാശകളൊക്കെ ഇപ്പോൾ നമ്മൾ കാർട്ടൂണൊക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശരിക്കും, പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരൊക്കെ ശരിക്കും. അപ്പോൾ കാർട്ടൂണിൽ അധികം എന്താ ഫലിതങ്ങളായിരിക്കും. പിന്നെ ചില ആളുകൾ തമാശ, നമ്മൾ ചില സിനിമകളൊക്കെ കാണുന്നുണ്ട്, ജഗദീൻ്റെ സിനിമയൊക്കെ കണ്ട ഓ എന്ത് തമാശയായിരിക്കും പറയുന്നത്. ഈ തമാശ പറയുന്നതിനെയാണ് ഫലിതം പറയുക എന്ന് പറയുക, തമാശ പറയുന്നതിനാണ് പറയുക. അപ്പോൾ അതിന് ഒരു തമാശ എന്നുള്ളതിനുള്ള മറ്റൊരു വേർഡാണ് ഫലിതം എന്ന് പറയുന്നത്. അതെങ്ങനെ എഴുതാൻ നോക്കാം. ഫ ലീ തം. ഫലിതം എന്ന് പറഞ്ഞാൽ എന്താ? തമാശ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്ത ഫ വെച്ചിട്ടുണ്ട് ഫലകം. അപ്പോൾ ഫലകം എന്ന് പറയുന്ന ഒരു, നിങ്ങൾ വിചാരിക്കും ഈ ഫലകം എന്ന് കേൾക്കുമ്പോൾ ഒരു പലകയാണെന്ന്. അതുപോലെയുള്ളൊരു കാര്യമാണ് ഫലകം എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഫലകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വർഷം, നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഓരോ ഐതിഹാസികമായ കാര്യങ്ങളെ പണ്ട് കാലത്ത് ഈ ഫലകത്തിൽ എഴുതിയാണ് വെച്ചിരുന്നത്. ആ ഫലകത്തിലുണ്ടായിരുന്ന ഇൻഫർമേഷനാണ് നമുക്ക് ഇപ്പോഴുള്ള ആളുകൾക്ക് ഓരോന്ന് കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ നമുക്കത് കിട്ടുമ്പോഴാണ് നമുക്ക് അന്ന് ആ ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നിരുന്നു എന്നുള്ള ഈ ഒരു അറിവ് നമുക്ക് ലഭിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഫലകത്തിൻ്റെ മുകളിൽ നിന്നാണ്. അപ്പോൾ ഫലകത്തിൽ അന്നുള്ള ആ ഒരു ലാംഗ്വേജ്, ഭാഷകൾ നമുക്ക് അറിയില്ല, ലിപികൾ അറിയില്ലായിരുന്നു. പക്ഷെ ആ ലിപികൾ അറിയുന്ന കുറേ, ആ ലിപിയുടെ അർത്ഥം, മീനിങ് എന്താണ്, ഓരോ ലെറ്ററിൻ്റെതും അർത്ഥങ്ങൾ അറിയുന്നതും മനസ്സിലാക്കിയത് കൊണ്ട് അന്നത്തെ ആ ഫലകത്തിന് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ലിപികളും വായിച്ചിട്ടാണ് അതിന് എന്തായിരുന്നു അവർ അന്ന് ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഫലകം എന്ന് പറയുന്നത് എന്താ? ആദ്യകാലങ്ങളിൽ അവർ വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻഫർമേഷനും പാസ് ചെയ്തിരുന്നത് നമുക്ക് അടുത്ത ആളുകൾക്ക് എത്തിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഫലകത്ത് കൂടിയാണ്. പക്ഷേ ഇപ്പോഴാണെങ്കിലോ, ഇപ്പോഴാണ് നമ്മൾ ടി വി, ന്യൂസ് ചാനലുണ്ടാവും, പത്രങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ഏതൊക്കെ രീതിയിൽ ഫോണ് അങ്ങനെയൊക്കെ നമുക്ക് എത്തിക്കുക. പക്ഷെ പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് പറഞ്ഞാൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകൾ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരുന്നത് ഈ ഫലകത്തിലായിരുന്നു. അതാണ് ഫലകം. അപ്പോൾ എങ്ങനെയാണ് ഫലകം എഴുതാൻ നോക്കാം. ഫ ല കം ഫലകം. അടുത്തത് ഭാവിച്ചിട്ടുള്ള വാക്കെന്താ? ഫയൽ. ഫയൽ എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ രേഖകളും സൂക്ഷിച്ച് വെക്കുന്ന ഒരു ചെറിയൊരു ബുക്കാണ് ഫയൽ എന്ന് പറയുന്നത്. അതിലെല്ലാ കാര്യങ്ങളും നമ്മളതിൽ അടങ്ങിയിട്ടുണ്ടാവും. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പഠിക്കുന്ന എഡ്യൂക്കേഷൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിൽ അതിലുണ്ടാവും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യമുള്ള രേഖകളുണ്ടാവും. ഇതെല്ലാം സൂക്ഷിച്ച് വെക്കുന്നതിനാണ് ഫയൽ എന്ന് പറയുന്നത്. ഫയൽ ചെയ്ത് വെക്കുന്നതാണ്, അതെല്ലാം ഓർഡറിലാക്കി വെക്കുന്നതിനാണ് ഫയൽ ചെയ്യുക എന്ന് പറയുന്നത്. ഫയലാക്കി വെക്കാൻ സൂക്ഷിച്ച് വെക്കുന്ന ഒരു രേഖ എല്ലാം സൂക്ഷിച്ച് വെക്കുന്നതിനാണ് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫയൽ എങ്ങനെ എഴുതാൻ നോക്കാം നമുക്ക്. ഫ യാ എൽ ഫയൽ. ഓക്കെ, ഇപ്പോൾ ഫ വെച്ചിട്ടിപ്പോൾ ഫലം, ഫണം, ഫലിതം, ഫലകം, ഫയൽ. അടുത്ത ഫ വെച്ചിട്ട് എന്താ വരുന്നത്? ഫ
ഫക്കീർ. അപ്പോൾ ഫക്കീറാണ് അയാൾ എന്ന് പറയുമല്ലോ. അപ്പോൾ ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരെ? ഭിക്ഷു ആണോ? ഫക്കീർ എന്ന് പറഞ്ഞാൽ ഇത് സന്യാസി അതല്ലേ ഫക്കീർ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഫക്കീർ എന്ന് പറഞ്ഞാൽ സന്യാസി, അങ്ങനെയുള്ളൊരു ഇതിലുള്ള ആൾ എന്ന് പറയുന്നത് ഫക്കീർ എന്ന് പറയുന്നത്. അപ്പോൾ ഫക്കീർ എന്ന് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഫക്കീർ. ഓക്കെ. അപ്പം അടുത്തത് വെച്ചിട്ടുള്ള അടുത്തത് നമുക്ക് നോക്കാം ഒരാളെ പേര്. ഇപ്പോൾ ഒരു പെൺകുട്ടിക്കാണ് ഫാത്തിമ. അപ്പോൾ വരുന്നുണ്ടായില്ല അല്ലേ? അപ്പോൾ ഫാത്തിമ എന്ന് വിളിക്കും. ഫാത്തിമ എന്ന് പറയുന്നതിന് ഒരു അർത്ഥം ഉണ്ടാകും. ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെ വെച്ചിട്ടുണ്ടെങ്കിൽ നബിയുടെ ഉമ്മേൻ്റെ പേരാണ് ഫാത്തിമ എന്ന് പറയുന്നത്. അപ്പോൾ ഫാത്തിമ അങ്ങനെ വെച്ചിട്ട് എഴുതുന്നതാണ് ഫാത്തിമ. അപ്പം എങ്ങനെയാണ് ഫാത്തിമ? ഓക്കെ. പിന്നെന്താ? ഫാക്ടറി. വെച്ചിട്ട് ഫാക്ടറി. ഫാക്ടറിയിൽ നമ്മൾ ഇംഗ്ലീഷിലുള്ള വേർഡാണെങ്കിലും അതിന് വ്യവസായം എന്ന് പറയില്ല. ഫാക്ടറി എന്ന് പറയുമ്പോൾ ഓരോ ഫാക്ടറീസ് ഉണ്ടാവും. എന്താണ്? ചിലപ്പം മരത്തിൻ്റെ ഫാക്ടറി ആയിരിക്കും, ഫുഡിൻ്റെ ഫാക്ടറി ആയിരിക്കും, പിന്നെ എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ ഫാക്ടറീസ് ഉണ്ടാവും അല്ലേ? അപ്പം അങ്ങനെ ഓരോ ഫാക്ടറികൾ, തുണിയുടെ ഫാക്ടറി ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിനുള്ള ഫാക്ടറി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു വ്യവസായം നടത്തുന്നതിനെയാണ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ. വ്യവസായം നടത്തുന്നതിനാണ് ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പം എങ്ങനെ എഴുതിയ ഫാക്ടറി നോക്കാം നമുക്ക്. ഫാക്ടറി. ഓക്കെ. ഫാക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടറി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എഴുതുക. അടുത്ത് വെച്ചിട്ട് ഏത് വാക്കാണ് വരുന്നത്? നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ പോവും. നമുക്കിപ്പോൾ എന്തെങ്കിലും ആവശ്യമായിട്ട് നമ്മളൊരു ഫോട്ടോ വേണമെങ്കിൽ നമ്മൾ എവിടെയാണ് പോവുക? സ്റ്റുഡിയോയിൽ പോവും. അപ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ അതേ രൂപം തന്നെ എടുക്കുന്നതിനെയാണ് ഫോട്ടോ അല്ലേ? ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ സെയിം ഒരുപോലെയുള്ള സംഭവങ്ങൾ കിട്ടുന്നതിനെയാണ്. അതായത് ഇപ്പോൾ ഫോട്ടോ കോപ്പി എടുത്ത് വരിക നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ സെയിം അതേപോലെ തന്നെ വേറൊരു രൂപത്തിന്. അതുപോലെ ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അതേ രൂപമായി ആരെയാണോ ഒരു ചിത്രം എടുക്കുന്നത് സെയിം അതുപോലെ തന്നെ ഉണ്ടാവും. അതിനാണ് ഫോട്ടോ എന്ന് പറയുന്നത്. എങ്ങനെ എഴുതാം നോക്കുക? ഫോട്ടോ. ഓക്കെ. അപ്പോൾ വെച്ചിട്ട് ഫാക്ടറി, ഫോട്ടോ. ഇനി എടുത്ത് വെച്ചിട്ട് എന്താ? നമ്മളെ വീട്ടിലൊക്കെ ഈ വേനൽക്കാലത്ത് ചൂടുകാലത്ത് നമുക്ക് ഭയങ്കര ചൂടെടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നൊരു സാധനമുണ്ട്. എല്ലാവർക്കും അറിയാലോ അതെന്തായിരിക്കുന്നത്? ഫാൻ അല്ലേ? അല്ലാണ്ട് പാൻ എന്ന് പറയില്ലല്ലോ, അത് ഫാൻ. അപ്പോൾ അതെങ്ങനെ എഴുതുന്നത്? ഫാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക്കൽ കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ് എന്ത്? ഫാൻ അല്ലേ? അപ്പോൾ അതെങ്ങനെ ഫാൻ എഴുതാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫാൻ ഇതാണ് ഫാൻ. ഓക്കെ. അപ്പോൾ ഫാനും. അപ്പോൾ വെച്ചിട്ടുള്ള വാക്ക് ഫാൻ അല്ലേ? അടുത്ത വെച്ചിട്ടുള്ള വാക്ക് എന്താണ്? ഫയൽ നമ്മൾ പറഞ്ഞു, ഫലം പറഞ്ഞു, ഫണം പറഞ്ഞു, ഫലിതം പറഞ്ഞു, ഫലകം പറഞ്ഞു, പിന്നെന്താ ഫക്കീർ പറഞ്ഞു, പിന്നെന്താ ഫയൽമാൻ. ഫയൽമാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഫയലിലുള്ള മാനാണെന്ന്? അതല്ല. ഫയൽമാൻ എന്ന് പറയുമ്പോൾ ഗുസ്തി, നമ്മൾ ഗുസ്തി കൂടുന്ന ആളുകളെ ഗുസ്തിക്കാരെന്ന് പറയുമല്ലോ, അവർക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഫയൽമാൻ. ഓക്കെ. അപ്പോൾ ഫയൽമാൻ എങ്ങനെ എഴുതാൻ നോക്കാം. ഫയൽമാൻ. ഓക്കെ. ഫയൽമാൻ. അപ്പം എത്രയും വേണമെന്താ? ഫലം, പണം, ഫലിതം, ഫലകം, ഫയൽ, ഫക്കീർ, ഫാത്തിമ, ഫാക്ടറി, ഫോട്ടോ, ഫാൻ, ഫയൽമാൻ. ഇത്രയും വെച്ചിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിച്ചു. ഇനി വെച്ചിട്ട് എന്താ അടുത്ത വാക്ക്? ഫലവൃക്ഷം. ഫലവൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഫലം തരുന്ന വൃക്ഷത്തിനെയാണ് നമ്മൾ ഫലവൃക്ഷം എന്ന് പറയുന്നത്. ഫലം എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഏത് വേണം? ആപ്പിൾ ആവാം, ഏത് ഫലങ്ങളും. ഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു. ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെജിറ്റബിൾ ഫ്രൂട്ട്സുകളാണ്. ഈ ഫ്രൂട്ട്സുകൾ തരുന്ന ഏത് വൃക്ഷത്തിനും നമ്മൾ ഫലവൃക്ഷം എന്ന് പറയുന്നത്. ഫലം തരുന്നത് നമുക്ക് തരുന്ന ഫലം ഉപകാരപ്പെടുന്ന എന്ത് തരുന്ന സംഭവം ആയ വൃക്ഷത്തിന് നമ്മൾ ഫലവൃക്ഷം എന്ന് പറയും. അപ്പം ഫലം തരാത്ത വൃക്ഷത്തിന് നമ്മൾ ഫലവൃക്ഷം എന്ന് പറയില്ല. അപ്പോൾ ഫലം തരുന്ന വൃക്ഷത്തിനെയാണ് നമ്മൾ ഫലവൃക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫലവൃക്ഷം എന്ന് എഴുതാൻ നോക്കാം. ഫലവൃക്ഷം. അടുത്തത് വെച്ചിട്ട് അടുത്തത് എന്താ? ഫലിതാക്കൾ. ഫലിതാക്കൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും?
ഫലിതാക്കൾ എന്ന് പറഞ്ഞാൽ ഫലിതം അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഫലിതം പറയുന്ന ആളുകളെയാണ് നമ്മൾ ഫലിതാക്കൾ എന്ന് പറയുന്നത്. ഇപ്പം ഫലിതാക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ജഗതി, ഫിലിമിലുള്ള ജഗതി തമാശകളല്ലാണ്ട് എന്ത് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഫലിതം പറയുക, തമാശകൾ പറയും. അതുപോലെ ഒരുപാട് നടന്മാരുണ്ട്. കൂടാതെ നടന്മാരല്ലാതെ നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ടാവും. വീട്ടിലുള്ള ആരെങ്കിലും മെമ്പേഴ്സ് ആയിരിക്കും ഇങ്ങനെയൊക്കെ തമാശ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തമാശകൾ ഫലിതങ്ങൾ പറയുന്ന ആളുകൾക്കാണ് പറയുന്നത് ഫലിതാക്കൾ. അപ്പോൾ ഫലിതാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫലിതാക്കൾ എന്ന് എഴുതുന്നത് നോക്കാം. ഫലിതാക്കൾ. ഓക്കെ, ഫലിതാക്കൾ. അടുത്തത് ഫ വെച്ചിട്ടുള്ള വാക്ക് എന്താണ്? ഫലപ്രാപ്തി. ഈ ഫലപ്രാപ്തി എന്ന് പറയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫലം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൻ്റെ ഫലം പ്രാപ്തി, അതിൻ്റെ ഫലം കിട്ടുക. ഇപ്പോൾ ഒരു കാര്യം പറയാം, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഒരുപാട് നല്ലപോലെ രാവും പകലും കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് എക്സാം എഴുതി കഴിഞ്ഞിട്ട് നമ്മളത് പാസ്സായി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം കിട്ടിയില്ലേ? അപ്പോൾ പറഞ്ഞ് നമ്മൾ ഫലപ്രാപ്തി ഉണ്ടായി നമുക്കതെന്ന് അങ്ങനെ പറയാം അല്ലേ? ഒരു കാര്യം ചെയ്തതിന് നമ്മൾ ഫലം നമുക്ക് കിട്ടി. കാരണം അതർവൈസ് അത് പഠിക്കാതെ ഒന്നും എഴുതാതെ പോയി പരീക്ഷ എഴുതുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫലപ്രാപ്തി എന്തായാലും കിട്ടൂല, ഒരു ഫലം അതിൽ നിന്ന് നമുക്ക് കിട്ടൂല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, എന്തെങ്കിലും നല്ലൊരു കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ അതിനാണ് ഫലപ്രാപ്തി എന്ന് പറയുക. ഓക്കെ, അതെങ്ങനെ എഴുതാൻ നോക്കാം. ഫലപ്രാപ്തി. ഫലപ്രാപ്തി. ഓക്കെ, അപ്പോൾ അടുത്ത ഫ വെച്ചിട്ടുള്ള വാക്കുകളാണ് ഫലഭൂമി. അപ്പോൾ ഫലഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? ഫലം കിട്ടുന്നത്. ഫലം കിട്ടുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം ഉണ്ടാവണം. അപ്പോൾ ആ ഭൂമിയിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കൃഷിയോഗ്യമായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായിട്ട് ഫുൾ ഉണങ്ങി പോകുക, നശിച്ചു പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നൊരു ഫലപ്രാപ്തി കിട്ടുന്നില്ല, ഒരു ഫലവും കിട്ടുന്നില്ല, അതിലൊരു ഗുണവും നമുക്ക് അതിൽ പ്രാപ്തിയൊന്നും കിട്ടുന്നില്ല അല്ലേ? പക്ഷേ അതിന് ബദലായിട്ട് നമ്മൾ ആ സ്ഥലത്ത് അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ കൃഷി ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുകയോ വൃക്ഷം നടുകയോ ചെയ്തിട്ട് അതിൽ നിന്നൊരു ഫലം നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതിൽ നിന്നൊരു ബെനിഫിറ്റ്, ഒരു ഗുണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെന്താ ഫലപ്രാപ്തി എന്ന് പറയും. ഫലഭൂമി, അങ്ങനെ കിട്ടുന്ന ഭൂമിനെയാണ് നമ്മൾ പറയുന്നത് ഫലഭൂമി. ഓക്കെ, അപ്പോൾ ആ ഭൂമി തരിശ് ഭൂമിയിലെ മരുഭൂമിയിൽ കൊണ്ട് നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്യുകയോ ഏതെങ്കിലും ഒരു വൃക്ഷം നടുകയോ ചെയ്താൽ അതിൽ നിന്നൊരു ഫലം കിട്ടുക, ആ ഭൂമിയിൽ നിന്നൊരു ഫലം കിട്ടുക എന്ന് പറഞ്ഞാൽ കിട്ടൂല. അപ്പോൾ എന്തെങ്കിലും ഒരു ആ കാരണം ആ ഭൂമിയിൽ ഒരു ഗുണം ഉണ്ടാവണതാണ് ഫലഭൂമി എന്ന് പറയുന്നത്. എങ്ങനെ എഴുതാൻ നോക്കാം നമുക്ക്. ഫലഭൂമി എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫലം, ഫണം, ഫലിതം, ഫലകം, ഫയൽ, ഫക്കീർ, ഫാത്തിമ, ഫാക്ടറി, ഫോട്ടോ, ഫാൻ, ഫയൽമാൻ, ഫലവൃക്ഷം, ഫലിതാക്കൾ, ഫലപ്രാപ്തി, ഫലഭൂമി. ഇനി അടുത്ത ഫ വെച്ചുള്ള വാക്കുകൾ ഏതാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അടുത്ത ഫ വെച്ചുള്ള വാക്ക് തന്നെ ഫലമൂലാദി. അതെന്താ നോക്കാം നമുക്ക് എങ്ങനെ എഴുതാന്നുള്ളത്. ഫലമൂലാദി. അതായത് ഫലമൂലാദി എന്ന് പറയുമ്പോൾ ഫലം, അതായത് നമുക്ക് എന്തെങ്കിലും ആരോഗ്യത്തിന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ചില ഫലങ്ങൾ ഉപയോഗിച്ച്, ഫലം മൂലാദി എന്ന് പറഞ്ഞാൽ ഔഷധങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ അസുഖങ്ങൾ മാറും. ആയുർവേദത്തിൽ പല ഫലമൂലാദികൾ ഉണ്ടാവും. ഇപ്പോൾ ആയുർവേദത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അസുഖങ്ങൾ മാറ്റുന്നതിനുള്ള. ആ ഒരു ഇതിനാണ് പറയുന്നത് ഫലമൂലാദി എന്ന് പറയുന്നത്. ഫലങ്ങളെല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുള്ള ഉപയോഗപ്രദമായിട്ടുള്ള ഫലങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഗുണങ്ങളുള്ള മൂലാദികളാണ് ഫലമൂലാദികൾ എന്ന് പറയാം. അതെങ്ങനെയാണ് നമ്മൾ എഴുതാമെന്ന് നോക്കാം. ഫലമൂലാദി. ഫലമൂലാദി. അപ്പോൾ ഫലമൂലാദി എന്ന് ഫലം വെച്ചിട്ട് അടുത്തത് നമ്മളെ മാസത്തിൽ ജനുവരി കഴിഞ്ഞെടുത്ത അടുത്ത മാസം ഫെബ്രുവരി, അതിലും ഫ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അടുത്ത ഫ വെച്ചിട്ടുള്ള ഒരു വാക്കുന്ന ഫെബ്രുവരി. അപ്പോൾ അതെങ്ങനെ എഴുതാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് മന്ത് വരുന്നത് ജാനുവരി, സെക്കൻഡ് മന്ത് വരുന്നത് ഫെബ്രുവരി. അതെങ്ങനെ എഴുതാൻ നോക്കാം. ഫെബ്രുവരി. ഓക്കെ, അപ്പോൾ ഫ വെച്ചിട്ട് ഫെബ്രുവരി വന്നു. ഇനി ഫ വെച്ചിട്ടൊരു വാക്ക് എന്താണെന്ന് ഫുട്ബോൾ. നമ്മൾ കളിക്കാറില്ലേ? ഫുട്ബോൾ കളിക്കാൻ പോവാറില്ലേ എല്ലാവരും അല്ലേ?
മാച്ച് ഫുട്ബോൾ മാച്ചൊക്കെ ടി വിയിലുണ്ടാവും, എല്ലാവരും കാണാറുണ്ട്. അപ്പോൾ അതിലും ഫായാണ് ഉള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് അത് എഴുതാൻ നോക്കാമ്പോൾ ഫുട്ബോൾ എന്നുള്ള ഫുഡ് ബോൾ ഫുട്ബോൾ. ഓക്കെ, ഫുട്ബോൾ. അപ്പോൾ ഫ വെച്ചിട്ട് ഫലമൂലാദി ഫെബ്രുവരി ഒരു മാസം. ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മൾ മാച്ച് ചെയ്യുന്നത് ഒരു കളിയാണ്, ഗെയിമാണ് അല്ലേ. അത് കളികളിലാണ് മത്സരം ഉണ്ടാവുന്നത്. പിന്നെ ഫ വെച്ചിട്ട് എന്താ വരുന്നത്? ഫലിപ്പിക്കുക. ഇപ്പോൾ ഫലിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഇന്നതാണ് ആ കാര്യം, ഇത് ഇന്നതാണ്, ഇങ്ങനെ തന്നെയാണത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുക. അതങ്ങനെയാണെന്ന് നമ്മൾ പറയുക. അത് തന്നെയാണെന്ന് ബോധിപ്പിക്കില്ല നമ്മൾ ഒരാളോട്. ഇപ്പോൾ ഞാൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സാധനം എൻ്റെ കയ്യിലുള്ള ഇത് തന്നെയാണ്, അല്ലെ ഇത് ആപ്പിൾ തന്നെയാണ്, അല്ലെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ഒരാളെ ഫലിപ്പിക്കുക, പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനാണ്. അതിൽ വരുന്ന ഒരു വാക്കാണ് ഫലിപ്പിക്കുക എന്ന് പറയുന്നത്. ബോധിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഫലിപ്പിക്കുക എന്ന് എങ്ങനെ എഴുതാൻ നോക്കാം. ഫ ലി പി പു ഗ ഫലിപ്പിക്കുക. ഓക്കെ, അടുത്ത ഫ വെച്ചിട്ട് എന്താണ്? നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻ പഠിച്ചു, ഫുട്ബോൾ പഠിച്ചു, ഫെബ്രുവരി പഠിച്ചു, ഫലമൂലാദി പഠിച്ചു, ഫലഭൂമി പഠിച്ചു, ഫലം പഠിച്ചു, ഫലപ്രാപ്തി പഠിച്ചു, ഫലസിദ്ധി പഠിച്ചു അല്ലേ. ഫലസിദ്ധി പഠിച്ചു. അപ്പോൾ നമുക്ക് ഇത്രയും. അപ്പോൾ ഇത്രയൊപ്പം പഠിച്ചത് ഫലമൂലാദി പഠിച്ചു, ഫെബ്രുവരി പഠിച്ചു, ഫുട്ബോൾ പഠിച്ചു, ഫലിപ്പിക്കുക. ഇനി ഒന്നുകൂടി പഠിക്കാം നമുക്ക്. ഫലസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിന് സിദ്ധി നമുക്ക് കിട്ടുക. സിദ്ധി എന്ന് പറഞ്ഞാൽ ഫലസിദ്ധി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്തതിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുക, അതിനാണ് ഫലസിദ്ധി എന്ന് പറയുക. അപ്പോൾ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുക, എന്തെങ്കിലും കാര്യം ഉണ്ടാവുക. അതുകൊണ്ട് ചുമ്മാ വെറുതെ ചെയ്തു പോവുകയല്ല, ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം. വെറുതെ ചെയ്യുന്നതിന് ഒരു ഫലസിദ്ധി ഒന്നും ഉണ്ടാവില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലൊരു കാര്യം ഉണ്ടാവണം. അപ്പോൾ അതിനാണ് ഫലസിദ്ധി എന്ന് പറയുന്നത്. അതെങ്ങനെ എഴുതാൻ നമ്മൾ നോക്കാം. ഫലസിദ്ധി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഫ വെച്ചിട്ട് ഇത്രയും വാക്കുകൾ പഠിച്ചു. എല്ലാവരും നല്ല ഓർമ്മ വയ്ക്കുക. ഒരുപാട് വാക്കുകൾ ഇനി നിങ്ങൾക്ക് അറിയാൻ മതിയാവും, അതൊക്കെ നിങ്ങൾ പഠിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ബ വെച്ചിട്ടുള്ള ഏതൊക്കെ വാക്കുകളുണ്ട് നോക്കാം.